ഗോവിന്ദസ്വാമിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയായ ശേഷം പുറത്തേക്ക് എത്തിച്ച ഗോവിന്ദസ്വാമിക്ക് നേരെ ആളുകൾ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. കനത്ത ബന്ദോബസ്തിലാണ് ഇയാളെ കൊണ്ടുപോയിരിക്കുന്നത്. വലിയ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. കോടതി എന്തു പറയുന്നു എന്നുള്ള പ്രധാനമാണ്. ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാൾക്ക് എവിടെ നിന്നാണ് സഹായം, ജയിലിനകത്തു നിന്നോ പുറത്തുനിന്നും നേരത്തെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ. നേരത്തെയും ഇയാൾ തനിക്കെന്തോ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന രൂപത്തിൽ ജയിൽ പെരുമാറി. അയാൾ അതിനുള്ള ആസൂത്രണങ്ങൾ നടത്തുകയായിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ മലമെറിഞ്ഞു എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ തരത്തിൽ പെരുമാറിയ പ്രതി എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അയാൾക്ക് എന്താണ് പെട്ടെന്ന് ആരോഗ്യത്തിലുണ്ടായ പ്രശ്നം, ഇതൊന്നും ജയിലധികൃതർക്ക് ഒരു സംശയമായി തോന്നിയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ കൂടി നിൽക്കുകയാണ്. വിനീത വേണുവിലേക്ക്. വിനീത, ഇപ്പോൾ നിരവധി വിവരങ്ങളാണ് ജയിൽ ഇയാൾ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി ബഹളം വച്ചിരുന്ന ഇയാൾ പിന്നീട് ഒറ്റയടിക്ക് ഭക്ഷണം കുറച്ച് തടി കുറയ്ക്കുകയാണ്. എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ല? അയാൾക്ക് എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? സ്വാഭാവികമായും ജയിലധികൃതർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുമല്ലോ. അങ്ങനെയൊന്നുമില്ല എന്നുള്ള കാര്യം വ്യക്തമായതാണ്. അപ്പോൾ എങ്ങനെ ഇയാൾക്ക് ഈ സംവിധാനം നടപ്പാക്കാനായി എന്നുള്ളതാണ്. ടൂൾസ് എവിടെ നിന്ന് കിട്ടുന്നു? ജയിൽ സെല്ലിലെ പരിശോധനകൾ കൃത്യമായി എങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത്? അത് നടന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകം നമുക്ക് അറിയാനാകുന്നു വിനീത? സ്മൃതി, 10-ാം ബ്ലോക്ക് എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. അത്രത്തോളം ക്രിമിനലുകളായ തടവുകാരെയാണ് അവിടെ പാർപ്പിക്കുന്നത്. അവിടെ ഇത്തരത്തിലൊരു ഗുരുതര വീഴ്ചയുണ്ടായിരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ജയിൽ വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിനെയും ഞെട്ടിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അവിടെ ജയിലിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ആക്സോ ബ്ലേഡ്, 3 കഷ്ണം ആക്സോ ബ്ലേഡ് ഇയാൾ സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ദിവസങ്ങൾ എടുത്തുകൊണ്ട് കുറച്ചായി ഈ ജയിലിന്റെ കമ്പി പല ഭാഗങ്ങളായി മുറിച്ചു വെച്ചു. ഏതാണ്ട് പകുതി ഭാഗത്തോളം പലയിടങ്ങളിൽ മുറിച്ചു വെച്ചു. അതായത് പുറത്തുനിന്ന് ഉദ്യോഗസ്ഥർക്ക് ഈ അഴികൾ കണ്ടാൽ സംശയം തോന്നാത്ത വിധത്തിൽ പകുതി ഭാഗത്തോളം മുറിച്ചു വെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ താഴെ ഭാഗത്ത്, അതായത് അത് അടർത്തിയെടുക്കാവുന്ന രീതിയിലുള്ള ഭാഗത്ത് അത് മുറിച്ചു വെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ ഉപ്പ് വെച്ചുകൊണ്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടത്ത് നിന്ന് ഉപ്പ് വെച്ചുകൊണ്ട് ഇരുമ്പ് കമ്പി തുരുമ്പിപ്പിച്ചു എന്നുള്ള സംശയം കൂടി മനസ്സിലാക്കുകയാണ്. അത് വിശദമായി എങ്ങനെയാണ് ഈ അഴികളിൽ ഇയാൾ ഇത്തരത്തിൽ നാശമുണ്ടാക്കിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും നിർണായകമായ കാര്യം, ഇപ്പോഴിതാ സ്മൃതി നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കണ്ണൂർ SHOയുടെ മുറിയിലേക്ക് ഇയാളെ എത്തിച്ചിരിക്കുകയാണ്. ടൗൺ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏറ്റവും നിർണായകമായ കാര്യം, അയാളിൽ നിന്ന് ഇനി സ്ഥിരീകരിക്കുക, എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കുക എന്നതാണ്. ഈ 10-ാം ബ്ലോക്കിൽ വാർഡൻ ടോർച്ചടിച്ച് പരിശോധിക്കുമ്പോഴും പുതച്ചു മൂടിയ നിലയിൽ രൂപമുണ്ടായിരുന്നു. അത് പക്ഷേ ഗോവിന്ദസ്വാമി തന്നെയായിരുന്നു, അതോ മറ്റേതെങ്കിലും രീതിയിൽ അയാൾ അവിടെ തുണികളോ മറ്റോ കൂട്ടിവെച്ച് തെറ്റിദ്ധാരണ പരത്തിയതാണോ എന്നുകൂടി അറിയണം. മാസങ്ങൾക്ക് മുൻപ് നടത്തിയ തയ്യാറെടുപ്പ് എന്തുകൊണ്ട് ജയിൽ അധികൃതർ അറിഞ്ഞില്ല എന്നാണ് ഏറ്റവും ഗുരുതരമായ ചോദ്യം. തനിക്ക് തടി കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടറുടെ അടുത്ത് നിന്ന് ഈ ചപ്പാത്തി മാത്രം കഴിക്കാൻ എഴുതി വാങ്ങിച്ചതെന്ന് പറയുന്നു. അതായത് ഇയാൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, ഷുഗർ ഉൾപ്പെടെ മറ്റ് ആരോഗ്യ നിലയിലൊന്നും ഒരു പ്രശ്നവുമില്ല. എന്നിട്ടും തടി കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ അടുത്ത് നിന്ന് ഇത്തരത്തിൽ കുറിപ്പ് എഴുതി വാങ്ങുമ്പോൾ അതെന്തിനായിരുന്നു എന്നുള്ള സംശയം ആർക്കും ഉണ്ടായില്ലേ എന്നൊരു ചോദ്യമുണ്ട്. കൃത്യമായി രക്ഷപ്പെടുന്നതിനായി ശരീരഭാരം പകുതിയായി കുറച്ചു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പല ജയിൽ ചാട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ കുറ്റവാളികൾ ആസൂത്രിതമായി തടി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അങ്ങനെ ശരീരഭാരം പകുതിയായി കുറിച്ച് ഏറ്റവും നിർണായകം ഇത് തന്നെയാണ്. അതാണ് ഒരു സംശയം, എന്തുകൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് തോന്നിയില്ല എന്നുള്ളിടത്താണ് എവിടെ നിന്നാണ് സഹായം എന്ന സംശയം വരുന്നത്.